ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗമ്യതയുണ്ടാകുമ്പോൾ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും. മനസ്സ് ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുമ്പോൾ ശാന്തതയിലായിരിക്കുകയും നമ്മുടെ ശരീരം പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോഴാണ് ശരീരവും പ്രക്ഷുബ്ധമാവുക. പ്രത്യക്ഷത്തിൽ കാണുന്ന ഷുഗർ, പ്രഷർ എന്നീ രോഗങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യാം. മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സോട് ചേർന്നിരുന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ദൈവമായ കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് യുദ്ധം ചെയ്യും, നീ ശാന്തനായി ഇരുന്നാൽ മാത്രം മതി. പ്രൈസ് ലോർഡ്. നമ്മൾ അസ്വസ്ഥമായി ഓടി നടന്നിട്ട് കാര്യമില്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമ്മുടെ ദൈവമായ കർത്താവുണ്ട്. അത് വിശ്വസിക്കുക. പലരും വചനങ്ങൾ വായിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യും, പക്ഷേ അത് വിശ്വസിക്കുക അവർക്ക് സാധ്യമാകുന്നില്ല. അങ്ങനെയുള്ളവർ ദൈവമേ വിശ്വാസം എനിക്ക് കൃപയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ എൻ്റെ വിശ്വാസം കൃപയായി എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. തുടർന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം എന്ന് പറയുകയാണ്, ദൈവമേ കർത്താവ് അവരെ പരീക്ഷിച്ചു. തുടർന്ന് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ പ്രീതികരമായത് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. 4 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായി പറഞ്ഞത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായത് പ്രവർത്തിച്ച്. മൂന്നാമത് പറയുന്നു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച്. നാലാമതായി പറയുന്നത്, അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 4 കാര്യം പറയുന്നു. 1, അവിടുത്തെ വാക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം. രണ്ടാമതായി പറയുന്നത്, ശ്രവിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായത് നീ പ്രവർത്തിക്കണം. മൂന്നാമതായി പറയുന്നത്, അവിടുത്തെ കൽപ്പനകൾ നീ അനുസരിക്കണം. നാലാമതായി പറയുന്നു, അവിടുത്തെ നിയമങ്ങൾ നീ പാലിക്കുകയും ചെയ്താൽ. നീ 4 കാര്യങ്ങൾ നീ ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നുപോലും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി പ്രവർത്തിച്ച് കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നുപോലും നിന്റെ മേൽ വരുത്തുകയില്ല.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ ശാന്തത അനുഭവിക്കുന്നു. ആ ശാന്തതയിൽ നമുക്ക് സൗഖ്യമുണ്ടാകും. സൗഖ്യത്തിൽ നിന്ന് നമ്മൾ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ലോർഡ്. ദൈവമേ സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സൗമ്യത ഉണ്ടാകുവാനും സൗഖ്യം ലഭിക്കുവാനും ഇടവരുത്തണമേ എന്ന് നമുക്കൊന്നുയർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.